ഏട്ടൻ വിളിക്കുമ്പോൾ പറയണതാണ് കേട്ടോ, ആൻ്റമ്മന് ഭയങ്കര മഴയാണ്. അപ്പോൾ തൊട്ട് കൊതിയായിരുന്നു, നമുക്ക് മഴ പെയ്യണില്ലല്ലോ, ഈ ചൂടിൽ നിന്ന് റിലീഫ് വേണ്ടേന്ന്. അങ്ങനെ ആറ്റുനോട്ടിരുന്നൊരു ദിവസം ദേ ചാറ്റിൽ തുടങ്ങി. അങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടോ വാഴത്തോട്ടം തന്നെ കറക്റ്റായിട്ട് എടുത്തത്. അപ്പോൾ മഴ പെയ്തപ്പോൾ വണ്ടി കുറച്ച് മാറ്റാൻ പോയതിൻ്റെ പേരിൽ എൻ്റെ തലയിൽ കുറച്ച് തുള്ളികൾ വീഴുകയും എനിക്ക് രാവിലെ തൊട്ട് തൊണ്ടവേദന വരികയും ചെയ്തു. തൊണ്ടവേദന വന്നാൽ പിന്നെ എന്നെ നോക്കണം കേട്ടോ, നേരെ അത് പനിയിലേക്ക് വരുള്ളൂ, കാരണം എനിക്ക് നല്ലപോലെ പഴുക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് വരുന്നുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ഡോക്ടർ പറഞ്ഞു നേരെ പോയിട്ട് ENTനെ കാണിക്കും, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ OPGയുടെ എടുക്കുന്നിടം തൊട്ട് വീഡിയോ എടുക്കണമെന്നാണ് ആക്ച്വലി വിചാരിച്ചത്. പക്ഷേ ലൈൻ ഏതാണെന്നുള്ള വ്യക്തത പോലും ഇല്ലാത്ത രീതിയിൽ ആൾക്കാരായതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മുടെ OP സെക്ഷനിൽ ഇരുന്നപ്പോഴാണ് അവസാനം വീഡിയോ മര്യാദയ്ക്ക് എടുത്ത് തുടങ്ങുന്നത്. പിന്നെ ഡോക്ടറിനെ കാണിച്ചു, ഫാർമസിയിൽ നിന്ന് മരുന്നും മേടിച്ച് നേരെ ഇറങ്ങി. സംഭവം വേറെ ഒന്നുമില്ല, ത്രോൺസിലായിരുന്നു കണ്ടിന്യൂസ് ഇങ്ങനെ, അതുകൊണ്ടാണ് വരുന്നത്. ചെവിയും തൊണ്ടയും അടച്ച് വേദന എടുത്തപ്പോഴാണ് കേട്ടോ എനിക്ക് ടെൻഷനായത്. അപ്പോൾ സംഭവം ഇതായിരുന്നു. ഏകദേശം 2023 പകുതി തൊട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥിരം സന്ദർശിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അതായത് നമ്മുടെ കുഞ്ഞിപ്പാറിന് ആദ്യം ഡെലിവറിക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ഡ്രഗ് അലർജി ചെയ്ത് നേരെ മെഡിക്കൽ കോളേജ് ഷിഫ്റ്റ് ചെയ്യും, അവിടുന്ന് പിന്നെ പ്രൈവറ്റിലാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശന്നിട്ട് കുടലിരുന്നു, രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉള്ളിവടയും പിന്നെ രണ്ടാമതൊരു പപ്സ് നിന്നു. പപ്സിന് എനിക്ക് ആകെ ഒരു ദേഷ്യമാണ് കേട്ടോ ഈ മോന്തം മൊത്തം ആവണത്. പിന്നെ അവർ തൂക്കാൻ പോലും എനിക്കൊരു ടിഷ്യൂ പേപ്പറോ കാര്യങ്ങളൊന്നും തന്നില്ല. എനിക്ക് ദേഷ്യം ആകെ മൊത്തത്തിൽ വന്ന് ഒരു ഊള ചായയും കുടിച്ചു. അങ്ങനെ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നു.